നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു പാനിപ്പൂരി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ 2 ഉരുളക്കിഴങ്ങ് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. ചൂട് നന്നായി ആറിയതിന് ശേഷം അതിന് മുകളിലുള്ള തൊലി നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് പാനിപ്പൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തൊലിയെല്ലാം വൃത്തിയാക്കിയ ശേഷം മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. അതിലേക്ക് 3 പച്ചമുളക്, മല്ലിത്തല, പുതിനയില എന്നിവ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന സബോള, പച്ചമുളക്, മല്ലിത്തല, പുതിനയില, അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരല്പം ഉപ്പ് എന്നിവ ഇട്ട ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ചാറ്റ് മസാല, പിന്നെ കുറച്ചുകൂടെ മുളക് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ആഡ് ചെയ്യുക. അതിനുശേഷം പുളി പിഴിഞ്ഞെടുത്ത വെള്ളം, അതിലേക്ക് കുറച്ചും ശർക്കര, ചാറ്റ് മസാല, മുളക് പൊടി എന്നിവ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള പാനിപ്പൂരി ബോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അപ്പോഴേ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന ഫില്ലിങ്സ് പാനിപ്പൂരി ബോളിലേക്ക് ഇടുക. അതിനുശേഷം പുളി പിഴിഞ്ഞെടുത്ത വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഞങ്ങളിതോടെ 4 മണി സ്നാക്സ് ആയിട്ടാണ് നിങ്ങളുടെ പാനിപ്പൂരി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഞാനുണ്ടാക്കിയ പാനിപ്പൂരി ട്രൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ മോനാണ്.